ഹേ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2026 ഈ ഒരു ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈവനിങ് വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു കോഫി ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ജേർണൽ ചെയ്തിട്ടുണ്ട്. 2025 ലാസ്റ്റ് ചെയ്ത ജേർണലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇയറിൽ പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഇന്ന് ക്ലാസ്സുള്ളതുകൊണ്ട് കുറച്ച് രാവിലെ തന്നെ കഴിക്കുന്നുണ്ട്. ഗ്രീൻ പീസും ദോശയും എനിക്കിഷ്ടമുള്ള കോംബോ ആണ് കേട്ടോ. പിന്നെ സ്കിൻ കെയർ എന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇയറിലെ എൻ്റെ ഒരു വിഷൻ ബോർഡാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കലണ്ടറും കൂടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാണെങ്കിൽ നല്ല രീതിക്ക് ചെറുതായിപ്പോയി. അടുത്ത് വെച്ച് നോക്കുമ്പോഴൊക്കെ കാണുന്നുള്ളൂ. പിന്നെ കുറച്ച് ക്യൂട്ടൊക്കെ ആയതുകൊണ്ട് അവിടെ വെക്കുന്നുണ്ട്. ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. യൂണിഫോമൊക്കെ മാറി ടെക്സ്റ്റൊക്കെ ബാഗിലെടുത്ത് വെക്കുന്നുണ്ട്. ഇന്നൊരു ടെക്സ്റ്റേ വേണ്ട കേട്ടോ. ഉച്ചവരെ ക്ലാസ്സുള്ളൂ. പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഉമ്മ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചപാട് തന്നെ എനിക്കൊരു ഫ്രെയിം ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോൾ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്ന കസ്റ്റമർ വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് കഴിയും. അപ്പോൾ ഒന്ന് ഞാൻ ഓൾറെഡി ക്യാൻവയിൽ എഡിറ്റ് ആക്കിയിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എനിക്ക് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചൊരു വിൻറ്റേജ് തീമിൽ തന്നെ സെറ്റ് ചെയ്യാനുണ്ട്. രണ്ടും വിൻറ്റേജ് തീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്മേലൊക്കെ നല്ല പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ഞാനിങ്ങനെ കുറേ ടൈപ്പിൽ വെച്ച് നോക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിക്കാണ് ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല കേട്ടോ. ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ബോർഡ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ് റാപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തും കൂടെ വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു സ്മോൾ ബിസിനസ്സാണ് കേട്ടോ. എനിക്ക് ഈ ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. സോ എൻ്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ വൈകുന്നേരം ആയപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കേട്ടോ. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കൽ. സാൻഡ്വിച്ചൊക്കെ തിന്നാൻ തോന്നുമ്പോൾ എഗ്ഗൊക്കെ വെച്ചിട്ട് ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കൽ. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പം കുരുമുളക് മസ്റ്റാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. പിന്നെ 2 ബ്രെഡിലും സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചീസും വെക്കുന്നുണ്ട്. ഇതിങ്ങനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര രസമാണ്. ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഇതുപോലെ സാൻഡ്വിച്ച് മെഷീനിലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഇതിലിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഇടയ്ക്ക് കോൾഡ് കോഫി ഉണ്ടാക്കും, ഇടയ്ക്ക് ഇതാ ഈ ഒരു കോഫി ഉണ്ടാക്കും. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും എനിക്ക് മാക്സിമം നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.